കോടതി ഉത്തരവായിട്ടുണ്ട് 2500 രൂപ വീതം 2 കുട്ടികൾക്ക് മാസം കൊടുക്കാൻ. അത് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥന, ഇല്ലെങ്കിൽ കോടതി അത് കൊടുപ്പിക്കും. അത് കൊടുക്കാൻ തയ്യാറാ, പക്ഷെ അത് 3000 തയ്യാറാന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ കൊടുക്കെങ്കിൽ അത് 3000 രൂപ വെച്ചാൽ ഞാൻ പറഞ്ഞത് കോടതിയിൽ. നിങ്ങൾ പറഞ്ഞല്ല, കോടതി പറഞ്ഞത് തന്നെയാ. എന്നെ കൊണ്ട് ഞാനൊരു കൂലിപ്പണിക്കാരനാ. 5000 ഇല്ല, അതിലുണ്ട്. ആ കോപ്പി കൊണ്ടുവന്നിട്ട് അത് കാണിക്കും. അങ്ങനെയാ പറഞ്ഞേക്കണല്ല, അത് കാണിക്ക് കൊണ്ടുവന്നെങ്കിൽ പൈസ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ അവർക്ക് കൊടുക്കാം. ഇപ്പൊ എത്ര കൊടുക്കണം അവർക്ക്? 5000 കൊടുക്കാം. 5000 കൊടുക്കാം. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് എന്താണ് ബെനിഫിറ്റ്? എനിക്ക് എന്റെ മക്കളെ പൈസ വേണ്ട, എനിക്ക് എന്റെ കുട്ടികളെ കാണണമെങ്കിൽ ജയിലിൽ പോയി കുട്ടികളെ കാണാനുള്ള ഇവര് ചെയ്യില്ല. പറയണത് ഞാൻ എത്ര പൈസ ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് കൊടുക്കാം, പക്ഷെ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഒന്ന് എഗ്രിമെന്റ് അന്നും വെച്ച് ബാങ്ക്, ഞാൻ പറയട്ടെ മാഡം, ഇവള് 5000 പറഞ്ഞ പോലെ എഗ്രിമെന്റ് ഞാൻ വെച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഞാൻ നിനക്ക് അക്കൗണ്ട് എടുത്ത് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അവരില്ലേ 18 ദിവസം ഇതേപോലെ തെണ്ടും. വേണ്ട വേണ്ട, കുട്ടികളുടെ ചെലവിനുള്ള കാശ് ഈ 5000 ഇവർക്ക് കൊടുക്കില്ല. ഞാൻ വേറെ എന്തെങ്കിലും വഴിയാണ് ചെയ്യും. ഇവരെ കൈ കൊടുത്ത് ഇവരത് എന്റെ മക്കൾക്ക് ഉദവില്ല. ഞാൻ എത്ര പറഞ്ഞാലും പറയാം, എന്റെ മക്കൾക്ക് ആ പൈസ ഉദവില്ല. അതുകൊണ്ടാണ് എനിക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഈ വളരുന്നതും ഈ ആശുപത്രി ചെലവും ഒരു കൊച്ചുങ്ങളെ അവരെ ഇതൊരു മറവ്. വേറെ ഇവരല്ലാതെ പിന്നെ വേറെ ആരാ നോക്കുന്നത്? വേറെ ആരുമില്ല, അവർക്കും വേണ്ട. ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല. നോക്കുന്ന കാര്യം വിടൂ. ആ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച അമ്മ ഇറങ്ങിപ്പോയിട്ടും ഒന്നും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ നമ്മൾ ഈ പൊടിക്കൊച്ചുങ്ങളെ നിങ്ങൾ നോക്കുമെന്ന് എന്താ ഉറപ്പ്? നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇപ്പൊ കോടതി പറഞ്ഞതനുസരിച്ചുള്ള ഈ ചെലവ് നിങ്ങൾ എപ്പോ പോയാലും കുഞ്ഞുങ്ങളെ കാണിക്കാനും ഇതുകൊണ്ട് സംവിധാനം ജഡ്ജിംഗ് പാനൽ ഉണ്ടാക്കി കാണിക്കും. ഇതുവരെ കാണിക്കാത്ത കഥ കോടതി വിധി തന്നിട്ട് കൊണ്ടുവന്നു കാണിക്കാൻ പറ്റി ചെയ്തില്ല. അങ്ങനെയല്ല, ഇത് കോടതി ചോദിച്ചു. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മാസം എത്ര ദിവസം കാണണം? എനിക്ക് കുട്ടികളെ ഡെയിലി കാണാം, കാരണം തൊട്ടടുത്താണ് താമസിക്കാം. എനിക്ക് ഡെയിലി കാണാം, തൊട്ടടുത്ത താമസിക്കാം. പക്ഷെ എനിക്ക് മാസത്തിൽ ഒരു ദിവസം കണ്ട് എന്റെ കൂടെ വിട്ടാൽ മതി. പുറത്ത് വിടണം. ഞാൻ പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ ജീവിക്കും. ഞാൻ കൊടുത്തില്ലെങ്കിലും എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ, എന്റെ കൂടെ നിർത്തിയില്ലെങ്കിൽ എന്റെ അച്ഛന്റെ കൂടെ ആയിരിക്കും എന്റെ മക്കൾ വരണം. ഞാൻ കോടതി അശ്വതിയുടെ അതേ ഗതി ആ കുട്ടിയൊക്കെ വരരുത്, അത്രേ ഉള്ളൂ. അതിന് എത്ര ജന്മം എടുത്താലും ഇനി എന്തെടുത്താലും സ്വന്തം മകളുടെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയട്ടെ, രാജേഷ് ഒരു നല്ല ഭർത്താവായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് ഈ ഗതി വരത്തില്ല. ഞാൻ നല്ല ഭർത്താവായിട്ട് ജീവിക്കാം. എന്റെ ഭാര്യ ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ കുടുംബം നശിപ്പിച്ച് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ആ കുടുംബം നശിപ്പിച്ചില്ല. ഒരിക്കലും ഇല്ല. അശ്വതിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ തെരുവിലേക്ക് എറിയാനോ ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല. അവൾ ഒരാളെ കൂടെ ഓടിപ്പോയെന്ന് എനിക്ക് എനിക്ക് എന്റെ മനസ്സിൽ കേട്ടതിന്റെ അന്ന് പോലെ ഒഴിവാക്കിയത്. രാജേഷ് ആ പൈസ എന്റെ തരൂ, ഞാൻ ഐശ്വര്യമായിട്ട് അവരുടെ കൊടുക്കട്ടെ. ഇതൊരു നല്ല തുടക്കമാവട്ടെ. രാജേഷ് ഇനിയിപ്പം ഈ മാസത്തെ ഒരു പ്രാവശ്യം കാണുന്നത് ഗ്രാജുവൽ ആയിട്ട് അച്ഛനെന്നുള്ള നിലയ്ക്ക് ആ കുട്ടികളുടെ മനസ്സിലെ ഭയം മാറ്റേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ അച്ഛൻ ഭീകരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ കൊച്ചിനെ അല്ല. ഇനി ആയാലും ഗ്രാജുവലായിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിലെ മാറ്റണം. കുട്ടികളൊന്ന് പുറത്തുകൊണ്ടോ അനുവാദം കിട്ടും. എനിക്ക് ഒരു ചോദ്യം, അച്ഛനെന്നുള്ള സ്ഥാനമില്ല, അവളെ ഇല്ല. അപ്പൊ എനിക്ക് വണ്ടിയുണ്ട്, ഒന്ന് കൊണ്ടുപോയി പുറത്തെ കൊണ്ടുവന്ന് കാർക്കാൻ. ഇപ്പൊ പുറത്ത് വന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾ ദൂരെ നിന്ന് മാത്രമല്ലേ പെരുമാറിയുള്ളൂ? എന്താ കുഞ്ഞിന്റെ അടുത്ത് എന്താ മക്കളെ ഇത്രയും സമയം ഇവിടെ ഇവരിരുന്നപ്പോ ഞാൻ എന്റെ മക്കളടുത്തായിരുന്നത്. എന്റെ വീട്ടിൽ എന്റെ അമ്മയുടെ ഭാഗത്ത് ഇതൊക്കെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ അമ്മയുടെ ഭാഗത്ത് പറയായിരിക്കും, ഉണ്ടായിരിക്കും. നിങ്ങൾ പറയുന്നത് അമ്മയുടെ ഭാഗത്ത് അമ്മ അറിയാതെ ഒരു പൈസ പോലും നിങ്ങളുടെ അച്ഛൻ തരുന്നില്ല. നിങ്ങൾക്ക് അമ്മയോട് ശത്രുത ഉണ്ടായതാണ് നിങ്ങളുടെ നാശത്തിന്റെ കാരണം. നിങ്ങൾ അത് മാറ്റും ആദ്യം. ഞാൻ നിങ്ങളെ പല രീതിയിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ ഭാഗത്ത് എന്റെ അച്ഛനെ കുറെ പോറ്റിയോണ്ട് മോളാവത്തില്ല. പ്രസവിച്ചും ഇത്രയും വളർത്തിയ ഒരു സ്ത്രീ അത്. നിങ്ങളുടെ മക്കളെ നല്ലോണം ഉറക്കമില്ലാതെ പോറ്റുന്ന ഒരു കൊച്ചിനെ വളർത്തുന്ന നിസ്സാര കാര്യമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുറെ നേരം കൊണ്ട് അമ്മ ഇഷ്ടമല്ല, അമ്മ എന്തൊരു അലങ്കാര വസ്തുവായിട്ട് വിചാരിച്ചോ ഞാൻ സംസാരിക്കുന്നത്? നിങ്ങളെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല രാജേഷ്. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ദുഷ്പേരും വരാനില്ല. നിങ്ങളിപ്പോ ഈ പൈസ കൊടുത്തോണ്ടല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇത് കണ്ടിട്ട് നല്ല കാര്യം നീ ചെയ്തു. അല്ല, ഇവര് എന്നെ കാണാൻ ചെല്ലുമ്പോഴേ എന്നെ പുച്ഛിക്കരുത്. ഇല്ല പോട്ടെ പോട്ടെ, സാരമില്ല. ആ കുഞ്ഞുങ്ങൾക്ക് എന്നും താനായിരിക്കും അമ്മ, അയാളായിരിക്കും അച്ഛൻ. അതിനൊരു മാറ്റവും ഇല്ല. ഇത്രയും നേരം ആ കുഞ്ഞുങ്ങൾ താഴെ നിന്നിട്ട് ഒന്ന് കൈ കൊണ്ട് തൊട പോലും ചെയ്തിട്ടില്ല. അവള് തൊട്ടടുത്ത് ഒന്ന് പിള്ളേരും മുമ്പിൽ കാലിൽ വരെ പെട്ടിട്ട് ഒന്ന് പോവെന്ന് പറഞ്ഞ് ഓട്ടിച്ചതാ.
അതിന് അവർക്ക് എന്തൊക്കെയോ വാശിയും വൈരാഗ്യം എന്തൊക്കെയോ കാര്യങ്ങൾ. എന്നോടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളോടായിക്കോട്ടെ, ഈ കുട്ടികളോട് എന്തിന് ഇത്ര വൈരാഗ്യം? ഈ ചെലവിന് ഞാൻ കൊടുക്കണമെങ്കിൽ ഇവരെന്റെ മക്കൾക്ക് വേറൊരു സ്പോൺസറെ തേടി പോകുന്ന ഞാനൊരു ന്യൂസ് കേട്ട് അത് ഒരിക്കലും പാടില്ല. ഇനി പോവരുത്. ആരെങ്കിലും അങ്ങനെ എന്റെ ചെവിയിൽ ഞാൻ കേട്ട കാര്യമാണ് പറഞ്ഞത്, ഇന്ന് ഞാൻ കേട്ട കാര്യമാണ്. അല്ലാതെ നിവൃത്തിയില്ലാത്ത എനിക്ക് എന്റെ മക്കളുമായിട്ട് പരിപൂർണമായിട്ട് സ്വതന്ത്ര സമ്പർക്കം ചെയ്യാൻ തന്നാൽ ഒരിക്കലും എന്റെ ആവശ്യമില്ല. ഇവര് 8 മാസം എനിക്ക് ദ്രോഹിച്ചതാണ് എന്റെ സങ്കടം, വേറെ ഒന്നുമില്ല. എന്റെ പണി ചെളിയ പൈലിങ്ങിന്റെ ചെളിയെടുക്കല. അപ്പൊ എന്റെ മോള് പറയും, ചെളി രാജേഷ് പറഞ്ഞു. എന്റെ മോള് എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ അത് പറയിപ്പിക്കില്ല. ചെളി രാജേഷ് പോണു, ചെളി രാജേഷ്. ഞാനൊരു അന്യ കൊച്ചിനെ നോക്കിയിട്ട് ഇന്നുവരെ എന്റെ അടുത്ത് ഒരു ഇച്ചിപ്പൂന്ന് അനാവശ്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അന്യ ആളുടെ കൊച്ചിട്ട് എന്റെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാനോ ഒന്ന് നേരെ ആക്കാനോ ഒന്ന് ചെയ്യുക. ഹലോ, എടാ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിന്റെ കുറച്ച് പൈസ എടുക്കാണ്ടാവോ?